കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന അച്ചാർ ഉണക്കമാങ്ങ വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ മാങ്ങയൊക്കെ നല്ലോണം കിട്ടുന്ന സമയത്ത് ഉണക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു അച്ചാറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് വർഷങ്ങളോളം കേടുകൂടാതിരിക്കും ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം നനവൊക്കെ ഇല്ലാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഞാൻ ഇതേ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കിലോന് വരുന്ന മാങ്ങയുണ്ട് കേട്ടോ. അതെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം കുറേ മാങ്ങ കിട്ടിയപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുകൊണ്ട് അടിപൊളിയായിട്ട് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം നന്നായി ഉണങ്ങിയിട്ട് ഉള്ളതാട്ടോ. അപ്പോൾ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് ചൂടുള്ള വെള്ളം ഇതിൽ കുറച്ച് നേരം ഒന്ന് ഒഴിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് തിളപ്പിച്ച വെള്ളം നമുക്ക് നമ്മുടെ ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ മാങ്ങ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇതേ മാങ്ങയുടെ ഒപ്പം നിലയ്ക്ക് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇനിയിപ്പോൾ ഇതിലത്തെ ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയാം. മാങ്ങ ഉണക്കാൻ വെക്കുമ്പോൾ നമ്മൾ തൊലി ചെത്താണ്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെള്ളം കുതിർത്ത് വയ്ക്കിയപ്പോൾ ഒരു കളർ കണ്ടില്ലേ, അത് മാങ്ങയുടെ തൊലിമത്തൊരു കറയാണ് കേട്ടോ. അപ്പോൾ അത് സാരില്ല, നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ഊറ്റിക്കളയാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പൊക്കെ നമുക്ക് പോവും കേട്ടോ. അപ്പോൾ അതാ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് ഇതാ ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ നല്ലെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം എന്താ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം എന്താ ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയതാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ടത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്തതിന് ശേഷം ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിടുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതിൽ കിടന്ന് മൂക്കട്ടെ, ഒരു പച്ചമണം മാറണ വരെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഒപ്പം തന്നെ ഇതാ 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ മൂത്ത് വരട്ടെ. കായും ഉലുവും നിങ്ങൾക്ക് മുഴുവനോടെ വറുത്ത് പൊടിച്ചിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ 2ലും പൊടിയാണ് ഉണ്ടായിരുന്നത്, അത് കാരണമാണ് കേട്ടോ ഞാൻ പൊടിയിട്ടത്. നിങ്ങൾക്ക് മുഴുവനോടെ വേണമെങ്കിൽ പൊടിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതാ അച്ചാർ മുളകൊക്കെ ഒരു നന്നായി മൂത്ത അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. കായത്തിൻ്റെയും ഉലുവയുടെയും ഒക്കെ ഒരു മണം വരുന്നുണ്ട്. അടുത്തായിട്ട് ഒരു 1/2 കപ്പ് ചൊറുക്ക ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര അച്ചാറിന് ചാറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഉണക്കമാങ്ങയ്ക്ക് ചൊറുക്കൊക്കെ അയച്ചതിന് ശേഷം എന്താ ചെറിയ തളകളൊക്കെ വരുന്നുണ്ട്. തളകൾ വരുമ്പോൾ നമ്മളിത് ഈ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയില്ലേ, മാങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി തന്നെ കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ഓൾറെഡി നമ്മൾ മാങ്ങയിൽ ഉണക്കുമ്പോൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം സെറ്റായതിന് ശേഷം കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൽ വെള്ളം വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലാട്ടോ. ഇത് ഉണക്ക മാങ്ങ അച്ചാറിട്ട് കഴിച്ചിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും മാങ്ങ തോനെ കിട്ടുകയാണെങ്കിൽ നിങ്ങളതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇതാ എല്ലാം സെറ്റായതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ ഒരു കഷ്ണം എടുത്തിട്ട് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞപ്പോൾ ഉപ്പ് കുറവുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ നമ്മളൊന്ന് നന്നായി ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെയും പിടിക്കും. ഉണക്കമാങ്ങിയ കാരണം നന്നായിട്ട് അവിടെ ഇവിടെയും തട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായി തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നന്നായി ചൂടായിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ട് പാത്രത്തിലാക്കി വെക്കാം കേട്ടോ. അടിപൊളി അച്ചാറുണ്ട്. ചൂടാറട്ടെ, നമുക്ക് ഇനി പരത്തി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് ചൂടാറാനിട്ട് വെച്ചിട്ടുണ്ട്. ഇനിതാ നമുക്ക് നമ്മുടെ ചില്ല് ബോട്ടിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. ഒട്ടും വെള്ളം നനവ് പാടില്ല. ഉണക്കമാങ്ങ അച്ചാറിടുമ്പോൾ ഒട്ടും വെള്ളം നനവില്ലാണ്ട് ഇടണം. നല്ലോണം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും സുറുക്ക ഒഴിക്കുക കേട്ടോ. ഇതോരേ കഷ്ണം കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു. സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കി വെക്കാം കേട്ടോ. മാങ്ങയൊക്കെ തോന കിട്ടുമ്പോൾ ഇനി മാങ്ങ സീസണൊക്കെ ആയി ഇതുപോലെ ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ നാൾ കേട് കൂടാതിരിക്കും കേട്ടോ. ഒട്ടും വെള്ളം നനവില്ലാത്ത പാത്രത്തിൽ വേണം നിങ്ങൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂപ്പല്ലൊന്നും വരില്ല കേട്ടോ. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.